ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, പ്രതീക്ഷിച്ച പോലെ എനിക്ക് എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങളൊരു ആവറേജ് മാർക്ക് മേടിച്ചാലും ലോ മാർക്ക് മേടിച്ചാലും ഹൈ മാർക്ക് മേടിച്ചാലും നിങ്ങളോട് എനിക്ക് ഒറ്റൊന്നേ പറയാനുള്ളൂ, ഇനിയുള്ള മാസങ്ങൾ അത് ക്രിസ്മസ് എക്സാം അല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് ആണ്. അതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്നെന്നും അച്ചടിച്ച് വരിക. അതാണ് നമ്മുടെ കോളേജുകളിലൊക്കെ അഡ്മിഷൻ ആയിട്ട് പരിഗണിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള 2 മാസം ദയവ് ചെയ്തു മക്കളെ, ഞാൻ എന്താ കൈകൂപ്പി പറയാണ്, ഇത്രയും കാലം ഉഴപ്പി നടന്നതൊക്കെ പോട്ടെ. ഇത്ര നേരം നമുക്ക് പറ്റിപ്പോയടാ, നമ്മൾ മനുഷ്യരല്ലേ. ഇപ്പൊ ഞാനും അങ്ങനെ കുഴപ്പി പോയിട്ടുണ്ട്, നിങ്ങളും ഉഴപ്പി പോയിട്ടുണ്ടാകാം. നിങ്ങൾ അതിന് നിങ്ങളെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ കുറ്റപ്പെടുത്തി സ്വയം ഇങ്ങനെ നെഗറ്റീവ് അടിക്കണ്ട. ബി പോസിറ്റീവ്. ഇനിയുള്ള ദിവസങ്ങളിൽ മാർക്ക് പിടിക്കാൻ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു ക്രിക്കറ്റ് കളി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ക്രിക്കറ്റ് കളിയിൽ കണ്ടിട്ടുണ്ടോ, ആദ്യമൊക്കെ മുട്ടി ഒരു 30-40 ഓവറൊക്കെ ആയിട്ട് അവസാന ഓവറുകളിലാണ് സ്കോർ അടിച്ചു കൂട്ടുന്നത്. സോ നിങ്ങളുടെ ലൈഫിലും ഈ പറയുന്ന പബ്ലിക് എക്സാമിന്റെ മാർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇത്ര കാലം എന്തു പഠിച്ചു എന്നുള്ളതിലല്ല. ഇത്ര കാലം പഠിച്ചത് ചെറിയ പോർഷൻ ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ സഹായിക്കുമായിരിക്കും. അല്ലാതെ ഇനിയുള്ള 2 മാസം വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മാക്സിമം സ്കോർ ഇനിയും അടിക്കാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് പഠിച്ചു തുടങ്ങണം. അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്, എഡ്യൂപോർട്ട് ഉണ്ട്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തോ അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് തിരുത്തി മുന്നോട്ട് തന്നെ പോവുക. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഏത് രീതിയിലും ചോദിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും ചോദിച്ചോട്ടെ. പക്ഷെ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ അത് എഴുതി അതിന്റെ മാർക്ക് മേടിച്ചിരിക്കും. അത് ആരെന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ കുറ്റം, പഠിച്ചില്ലെങ്കിൽ കുറ്റം. ക്ലാസ്സിൽ കുറച്ചാൽ പഠിച്ചാൽ പിള്ളേരുടെ വക പഠിപ്പിന്നുള്ള കളിയാക്കല്, ഇനി പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ ടീച്ചർമാരുടെ വക കളിയാക്കല്, വീട്ടിൽ നിന്നുള്ള ചീത്തവിളി, ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറഞ്ഞ് പല സ്ഥലത്ത് നിന്ന് പല വാക്കുകൾ കേൾക്കും. ചുറ്റും നിങ്ങളെ കണ്ണോടിച്ച് ഒരുപാട് കണ്ണുകൾ ഓടുമ്പോൾ അവരൊക്കെ നിങ്ങളെ കളിയാക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതിലൊന്നും വീണു പോവാതെ എന്നെ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്നെ ഇതൊരു ഏട്ടനായിട്ട് നിങ്ങൾ കണ്ടോളൂ, നിങ്ങളുടെ സ്വന്തം ബ്രദറായിട്ട് കണ്ടോളൂ, നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പറയുന്നതായിട്ട് കണ്ടോളൂ. നിങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അവസാനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നന്നായിട്ട് പഠിക്കുക. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കുമാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാനുമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ബാച്ചിൽ ചേരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ലിങ്കൊക്കെ താഴെ തന്നെ വീഡിയോന്റെ ഇടയിൽ ഉണ്ടാകും. ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.